എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് സാധാരണ പറയാറുള്ള വിഷയങ്ങളൊന്നും സംസാരിക്കാനല്ല. കാരണം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ ഒരു സിനിമ കണ്ടു. ആ സിനിമ കണ്ടപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി. ആ സിനിമ സീക്രട്ടാണ്. എസ് എൻ സ്വാമി രചന സംവിധാനം ചെയ്ത സിനിമ സീക്രട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനമായിട്ടുള്ള വിഷയം നമ്മളുടെ എല്ലാവരുടെ ജീവിതത്തിലും റിലേറ്റബിളായിട്ട് വരണ ഒരു വിഷയമാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് ഇതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിൽ ഒരുപാട് കഥകളൊന്നും ഇതൊക്കെ ആയിട്ട് നല്ല സിനിമകൾ വരാറുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കഥ പറയുന്നൊരു സിനിമ അടുത്ത കാലത്തെങ്കിലും ഉണ്ടായതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാണ്ട്. ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടായിട്ടില്ല. അതിനനുസരിച്ചിട്ട് ആ തീമിനനുസരിച്ചിട്ടുള്ളൊരു ഡയറക്ഷനും ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ചില സീനുകൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് കുറേ നേരം ഉണ്ടല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ആ സീൻ കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവാം ഇപ്പുറത്തെ ഈ സീൻ നമുക്ക് കറക്റ്റാക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല അത് അത്രയും നമ്മളെടുത്ത് പറഞ്ഞത് എന്ന് നമുക്ക് ഒന്ന് തോന്നും. ശരിക്കും മനസ്സിലാവും അത്. അപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ നമ്മൾ ആസ്ട്രോളജി ആയാലും മറ്റുള്ള സയൻസുകളായാലും എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ എല്ലാത്തിൻ്റെ ഉള്ളിലും ഓരോ സീക്രട്ടുകളുണ്ട്. എന്തിൻ്റെ ഉള്ളിലായാലും സീക്രട്ടിൻ്റെ മുകളിൽ സീക്രട്ടുകൾ ഉണ്ട്. ആ സീക്രട്ടുകൾ എന്താണെന്ന് അതിൻ്റെ എന്തുകൊണ്ട് നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ വളരെ ലളിതമായിട്ട് ചെറിയ ഒരു ഭാഗം, ഈ ഒരു വിഷയത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രയ്ക്ക് വലിയൊരു ഡീപ്പായിട്ടുള്ളൊരു വിഷയമാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, നല്ല പാട്ടുകൾ, അതുകൂടാതെ അതിൻ്റെ ടൈറ്റിൽ മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ടൈറ്റിൽ മ്യൂസിക്. അത് ഞാൻ മാത്രമല്ല കേട്ടോ, ഇന്നലെ സിനിമ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യം പറഞ്ഞതാണ് ഇതാണ് ടൈറ്റിൽ മ്യൂസിക് അടിപൊളിയായിരുന്നു കേട്ടോ, അത് വീണ്ടും 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 കാണണം എന്നുള്ളൊരു തോന്നൽ വന്നു എന്ന് പറഞ്ഞു. അത് മോനും പറഞ്ഞു അങ്ങനെ തന്നെ. അപ്പോൾ മോൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വായിക്കുന്ന കൂട്ടത്തിലുള്ളത് കൊണ്ട് ആ വിഷയങ്ങൾ ഇപ്പം ഞാനായാലും നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമുള്ള എനിക്കും എൻ്റെ ഫാമിലിക്കും ഇഷ്ടമുള്ളൊരു തീമാണത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ സംസാരിക്കുകയുണ്ടായി. അപ്പോഴാണ് എനിക്ക് കൂടുതൽ തോന്നിയത് ഇതൊന്ന് നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയണം എന്ന് തോന്നി. കാരണം എല്ലാവരും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നി, നമുക്ക് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നി സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അത്രേ ഉള്ളൂ. നല്ലൊരു സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് കാണാൻ പറ്റി. അത് നിങ്ങളോട് ഞാനൊന്ന് ഷെയർ ചെയ്തു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. താങ്ക് യു.